നമ്മുടെ പ്ലാന്റ്സിലൊക്കെ വല്ലാണ്ട് വെള്ളീച്ചയും മറ്റ് പ്രാണികളും ഒക്കെ വന്നു കൂടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു മഞ്ഞക്കെണി വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. വെള്ളീച്ചയെ പിടിക്കാനായിട്ടാണ് വാങ്ങിയത്. പക്ഷേ ഇത് ഈ ഒരു ടൈപ്പ് പ്രാണിയാണ് ഇതിൽ വീഴുന്നത്. ഇനി അറിയില്ല കേട്ടോ, അത് അത്യാവശ്യം എന്താണ്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനൊരു പ്രാണീനെ. അപ്പോൾ ആ പ്രാണി നിറയെ ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ഹാങ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹാങ് ചെയ്യുന്നതിന് മുമ്പേ ഞാനിതിനകത്തൊരു മരുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്തിരുന്നു, അതിൻ്റെ ഒന്ന് മിസ്സായി. അപ്പോൾ അത് ഏതാ മരുന്ന് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യോ കേട്ടോ. അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം. നമ്മൾ ഇതിനകത്ത് ആ മരുന്ന് വെച്ച് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറായില്ല കേട്ടോ. അതിന് മുന്നേ ഇതുപോലെ ഈ പ്രാണി ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഇനി ഇത് വെള്ളീച്ച വലുതായതാണോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ വെള്ളീച്ചയെ പിടിക്കാനായിട്ടാണ് ഈ കെണി ഉണ്ടാക്കിയത്. നമ്മുടെ പ്ലാന്റ്സിലൊക്കെ ഇപ്പോൾ അതിൻ്റെ ശല്യം ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. വിങ്കയിൽ വേറൊരു തരമാണ് കേട്ടോ, എനിക്കൊന്ന് ആഫിഡാണെന്ന് തോന്നുന്നു. ആ ഒരു ടൈപ്പ് പ്രാണിയാണ് ഉണ്ടാവുന്നത് വിങ്കയിൽ കേട്ടോ. വിങ്കയിൽ വെള്ളീച്ച ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറ്റിപ്പിടിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര വലിയ ശല്യമില്ല. നമ്മുടെ പെറ്റൂണിയ മില്യൻ മിൽസ് പോലുള്ള പ്ലാന്റ്സിലൊക്കെയാണ് ഈ ഒരു വെള്ളീച്ചയുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടുതൽ കേട്ടോ. അപ്പം അതിനെന്തായാലും നമുക്ക് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിനെ എല്ലാം അത് നശിപ്പിക്കുവേ. നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് പെസ്റ്റിസൈഡ് അടിച്ചിട്ട് അപ്പുറത്തേക്ക് വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അത് പകരും. അപ്പോൾ അവിടെ അടിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ബാധിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും വെള്ളീച്ച പോകാണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ക്യൂൻ ഓഫ് ഹാർട്ട് നന്നായിട്ട് പൂക്കൾ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് പൂക്കളില്ലെങ്കിലും നമ്മുടെ ഒരു പൂക്കൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് നമ്മുടെ മജന്ത ഹാലോയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് വന്നിട്ട് നമ്മുടെ ലാവണ്ടർ ഹാലോയാണ്. ഉള്ളിലിങ്ങനെ ഒരു വൈറ്റിൻ്റെ സംഭവം വരുന്ന ഹാലോ വെറൈറ്റീസിൽ വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. ഹാലോ വെറൈറ്റീസൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ, എന്ത് പെർഫെക്ഷൻ ഉണ്ട് ഓരോ പ്ലാന്റ്സിൻ്റെ ഫ്ലവറിലും. സത്യം പറഞ്ഞാൽ ഇത്രയേറെ കളക്ഷൻസ് വിങ്കയിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ മ്യൂട്ടസിയുടെ ഒരു പ്ലാന്റാണ് കേട്ടോ. ബർഗൻഡി എന്ന് പറയുന്ന ഒരു ഷെയ്ഡിൽ വരുന്നൊരു പ്ലാന്റാണ്. ഒരു ഹാങ്ങിങ് വിങ്കയാണ് കേട്ടോ. ഇപ്പം കിട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. പ്ലാന്റ്സും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല നമുക്ക്. പിന്നെ ഇതൊക്കെ നമ്മുടെ നിർവാണയുടെ റെഡിൻ്റെ പ്ലാന്റും ബ്ലാക്ക് ഹാലോയും ഒക്കെയാണ്. പിന്നെ നമ്മുടെ ഈസി വേവിൻ്റെ ബ്ലൂ ആണ് അവിടെ നിൽക്കുന്ന കുഞ്ഞു തൈകൾ, പെറ്റൂണിയ കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വന്നിട്ട്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് അറിയിക്കാൻ. അത് ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നിൽക്കുക കേട്ടോ. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു നല്ല സന്തോഷ വാർത്ത തന്നെയായിരിക്കും. കാരണം എൻ്റെ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഞാനിങ്ങനെ കാണിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു നല്ല സന്തോഷ വാർത്തയായിരിക്കുമേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ പിന്നെയും പ്ലാന്റ്സിനെയൊക്കെ വച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് പറ്റുന്ന റേറ്റിന് തന്നെ തരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് നമ്മൾ പ്ലാന്റ്സ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു മില്യൻ മിൽസ് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. മില്യൻ മിൽസ് എങ്ങനെ വെച്ചിട്ടും കിട്ടുന്നില്ല എന്നുള്ളവർ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്കും ആ പ്ലാന്റ്സ് പിടിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ പെറ്റൂണിയയുടെ കാര്യങ്ങൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. പ്ലാന്റ്സ് ഒന്നും നമ്മുടെ കയ്യിൽ ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വച്ച് വരുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് വയ്ക്കാനൊരു സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പ്ലാന്റിനെ നമുക്കിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇത്രയേറെ ലേറ്റ് ആവുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് ശരിയാക്കി എടുക്കണം. പിന്നെന്താ വേറെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഓണത്തിരക്കുകളൊക്കെ എന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പോവുക കേട്ടോ. പിന്നെ പ്ലാന്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതും ഒക്കെ കമൻറ്റ് സെക്ഷനിലൊന്ന് ആഡ് ചെയ്ത് പോവുക. ഞാൻ കാണുവാണെങ്കിൽ എന്തായാലും റിപ്ലൈ തരുവേ. നമുക്ക് ചിലപ്പോഴൊക്കെ നോട്ടിഫിക്കേഷൻ ഡിലേ ആയിട്ടാണ് വരാറുള്ളത്. എന്തായാലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓരോ കമൻസിനും നമ്മൾ റിപ്ലൈ ചെയ്ത് പോകാറുണ്ട്. ഹാങ്ങിങ് വിങ്കയിൽ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ പൂക്കളായിട്ട് നിൽക്കുന്നത്. ഓറഞ്ചിൻ്റെ ഒരു 6 7 അല്ലെങ്കിൽ 8 ഷെയ്ഡൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാനതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതൊക്കെ ഇപ്പം ചുരുക്കമായി വന്നിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് നമ്മുടെ സർഫീനയുടെ പ്ലാന്റിനകത്ത് സീഡ് ഇങ്ങനെ പൊട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. കുറച്ചൊന്ന് മടി പിടിച്ചു പോയി, അതുകൊണ്ടാണ് അത് പാകാൻ ഇത്രയും താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യണം. നമ്മുടെ റംബൂട്ടാൻ്റെ ലാസ്റ്റ് വിളവെടുപ്പാണ് കേട്ടോ. ലാസ്റ്റ് കായ്കളെല്ലാം നമ്മൾ പറിച്ചെടുക്കുകയാണ് ഈ വർഷം. ഇനി നമ്മുടെ റംബൂട്ടാനിൽ കായ്കൾ ഉണ്ടാവില്ലല്ലോ.
അപ്പം അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ഒരു കുഞ്ഞ് ഇതാക്കി എടുത്തതാണ്, വീഡിയോ ആക്കി എടുത്തതാണ്. എന്താ എല്ലാവരും ചോദിക്കും കേട്ടോ, എല്ലാവരും ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കും എന്തിനാ മഞ്ഞ വെച്ചതെന്ന് ചോദിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരു എന്താണ് ഈ ഒരു തൈ വെച്ചപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ റെഡിൻ്റെ കൂടെയാണ് എനിക്കും ഇഷ്ടം ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരുടെ വീട്ടിലും റെഡല്ലേ ഉണ്ടാവുന്നത്, അപ്പോൾ എൻ്റെ വീട്ടിലിങ്ങനെ സ്വർണ്ണം ഇങ്ങനെ നിൽക്കുന്ന കണക്ക് ഇതിങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കളറാണല്ലോ, നല്ല യെല്ലോയിഷ് കളറിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ഭയങ്കര ഭംഗിയില്ലേ. അങ്ങനെ ഒരു വെറൈറ്റിക്ക് വേണ്ടി വാങ്ങി നട്ടതാണ് കേട്ടോ. N18 തന്നെയാണ് ആ തൈയും. പിന്നെ വന്നിട്ട് നമ്മുടെ ഡബിൾ പെറ്റൽ ബാൽസത്തിൽ എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്നൊരു പ്ലാന്റ് അല്ല കേട്ടോ, നല്ല എന്താണ് ടോളറൻസ് ഉള്ളൊരു പ്ലാന്റാണ് ഈ ഒരു ഡബിൾ പെറ്റലിൻ്റെ പ്ലാന്റ്. നാഗാലാൻഡ് ബാൽസമാണ് കേട്ടോ ഇത്. നല്ലതുപോലെ ഇങ്ങനെ റോസാപ്പൂ പോലെ വന്നിട്ട് ഇങ്ങനെ പൂക്കൾ നന്നായിട്ട് നിൽക്കും. ചിലരൊക്കെ പറയും ബാൽസം വെയിലത്ത് വച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ചീത്തായി പോകുമെന്ന് പറയും. പക്ഷേ എനിക്കിങ്ങനെയല്ല, ഇത് നല്ല വെയിലത്താണ് ഇരിക്കുന്നത്. ഒരു പ്ലാന്റിന് മിതമായ രീതിയിൽ വെയിലും എന്താണ് വളങ്ങളും വെള്ളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ നിൽക്കും എന്നുള്ളതിന് തെളിവാണ് നമ്മുടെ പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ശീലമാണ് കേട്ടോ, ഇങ്ങനെ കയ്യിലിങ്ങനെ പ്ലാന്റ്സിനെ പറിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നത് എനിക്കൊരു പതിവാണ്. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ പറിച്ചിട്ട് അവസാനം അവിടേക്ക് നിന്ന കുറച്ച് പൂക്കളെയൊക്കെ, അതായത് ബാൽസം ടൈപ്പ് പൂക്കളെയൊക്കെ ഇങ്ങനെ പറിച്ച് കയ്യിൽ വെച്ചു. ഒരു 10 ടൈപ്പ് ഡബിൾ പെറ്റലിൻ്റെ ബാൽസം ആണ് ഇപ്പോൾ ഫ്ലവറായി നിൽക്കുന്നത് കേട്ടോ, ബാക്കിയൊന്നും കാണാനേ ഇല്ല. പിന്നെ റെഡ് ആൻഡ് വൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, അതിലൊന്നും ഫ്ലവർ ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നതിനൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറിച്ച് ഒരു ഇഷ്ടത്തോടു കൂടിയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. പിന്നെ ഇത് പറിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു, കാരണം ഇത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പതിവായിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ വെള്ളത്തിനായിട്ട് ഇങ്ങനെ മുക്കിയിടുകയാണ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ചിലപ്പോഴൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നും എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ കുട്ടികളെ പോലെയാണെന്ന്. നമ്മൾ പണ്ടിങ്ങനെ വെള്ളത്തിനകത്ത് വള്ളം വിട്ട് കളിക്കില്ലായിരുന്നോ, അതുപോലെയൊക്കെയാണ് ഞാനിപ്പോൾ. എങ്ങനെ ഒരു ഫ്ലവർ കിട്ടിയാലും ഞാൻ ഇതുപോലെ വെള്ളത്തിലൊക്കെ കൊണ്ടിട്ട് വയ്ക്കുന്നൊരു ശീലം ഇപ്പോഴും എനിക്കുണ്ട്. ഇപ്പോൾ ചിലരൊക്കെ ഇത് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ എത്ര ഏജ് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോയാലും നമ്മുടെ ഉള്ളിലൊരു ശീലങ്ങളുണ്ടല്ലോ, അത് നമ്മൾ എത്ര ഏജ്, ഇപ്പോൾ ഒരു 60 വയസ്സായ ഒരാൾക്കും ഉള്ളിലൊരു കുട്ടിത്തം ഉണ്ടാവും. അങ്ങനെ പറയും പോലെയാണ് എൻ്റെ അവസ്ഥ. എനിക്കും ഇതുപോലെയാണ് കേട്ടോ, ഒരു കുഞ്ഞ് കുട്ടികളെ പോലെ ഇങ്ങനെ ഇട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഒരു സെല്ലറിൻ്റെ നിന്ന് വാങ്ങിയ സീഡാണ്, കുറച്ച് കോസ്റ്റായ സീഡാണ്. പക്ഷേ അതിൻ്റെ ജെർമിനേഷൻ നിരക്ക് ഞാൻ കാണിച്ച് തരാവേ. സെല്ലർ ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ സീഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പോർഷൻ കാണിക്കുന്നത്. സീഡ്സും പ്ലാന്റും ഒക്കെ നമ്മളോട് എൻക്വയറി ചെയ്യുന്നവരോട് നമ്മൾ തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ് കൊടുത്തിട്ട് വാങ്ങിയ സീഡാണ്, റെയർ സീഡ്. പക്ഷേ ജെർമിനേഷൻ കണ്ടോ ഭയങ്കരമായിട്ട് കുറവാണ്, ഒരു 10-20 ദിവസമായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്ലാൻസിൻ്റെ എൻക്വയറി ചെയ്യുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് 307 എന്ന് പറയുന്ന നമ്പറിൽ പെറ്റ് സർവീസ് വഴി നമുക്ക് വന്ന കുറച്ച് പ്ലാന്റാണ്. ആരാ എന്താണെന്നൊന്നും ഞാനൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. അതൊരു നമുക്ക് കൂടി ഒരു നെഗറ്റീവ് ആവും. എല്ലാവരെയും നമുക്കിത് പറഞ്ഞ് സഹായിക്കണമെന്നുണ്ട്, അബദ്ധം പറ്റരുതെന്ന്. പക്ഷേ ഞാൻ എന്തായാലും അത് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു നല്ല പ്രൈസിന് നമ്മൾ വാങ്ങിയിട്ടുള്ള പ്ലാന്റാണിത്. ഒരു 6 പ്ലാന്റിൻ്റെ കോംബോയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. ഇന്നലെ രാത്രിയാണ് എനിക്ക് ഡെലിവറി കിട്ടിയത്. അതിൻ്റെ റൂട്ടും കാര്യങ്ങളും നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലാവുമല്ലോ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പക്ഷേ ഇതിലെവിടെയെങ്കിലും നിങ്ങൾ ഈ പ്ലാസ്റ്റിക് കപ്പിനുള്ള പ്ലാന്റ്സിൽ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇത് അയച്ചപ്പോൾ ഞാൻ എൻ്റെ നിർബന്ധത്തിൽ അയച്ചു കേട്ടോ. പെറ്റ് സർവീസ് എടുക്കാമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് പിന്നെ പറഞ്ഞു ഒരുപാട് പേര് ബുക്കിംഗ് ഉണ്ട്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നും അയക്കുന്ന ആളല്ലേ, അതുകൊണ്ട് അയച്ചോളാൻ പറഞ്ഞിട്ടൊക്കെയാണ് പ്ലാൻസ് വാങ്ങിയത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പുള്ളിക്കാരി പെറ്റ് സർവീസിൽ അയച്ചു. ഞാൻ എന്നെ വിളിച്ചില്ല കേട്ടോ, സർവീസുകാരനെ വിളിച്ചില്ല. അപ്പോൾ ഈ റൂട്ടിൻ്റെ കാര്യം മറക്കാണ്ട് നോക്കിക്കോട്ടോ, ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം, നോക്കിക്കോട്ടോ. റൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കൂ, ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു കുഞ്ഞു റൂട്ട് കാണിക്കുന്നത് മുകളിലുള്ള അതിനകത്തൊരു കുഞ്ഞു തൈ പൊടിച്ച് നിൽക്കുന്നതിൻ്റെ റൂട്ടാണ്. തൊട്ട് മുകളിലായിട്ട് തന്നെ ഇത് കുഞ്ഞു തൈ പിടിച്ച് നിൽപ്പുണ്ട്, അതിൻ്റെ റൂട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരി ഓഫീസിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ വിളിച്ചു, രാത്രി ഒരു 10 മണി എന്തോ ആയി. എന്നെ കോൺടാക്ട് ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ ഡ്രൈവറിനെ കോൺടാക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ അവിടെ ആൾ വെയിറ്റ് ചെയ്യും, അവരെ കൊടുത്തു വിടാനൊക്കെ പറഞ്ഞു സെറ്റ് ചെയ്തു. അങ്ങനെ പ്ലാൻസ് നമുക്ക് കിട്ടി കേട്ടോ. പിറ്റേ ദിവസം ഞാൻ എല്ലാ തവണയും പിക്കുകളെല്ലാം സെല്ലേഴ്സിന് വിട്ടു കൊടുക്കാറുള്ളതാണ്, പക്ഷേ ഞാൻ ഇത് ഇട്ട് കൊടുത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിറ്റേന്ന് ആയപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു തിരക്കിലായിരുന്നു, എന്തോ മരിപ്പോ കാര്യങ്ങളോ ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് തിരക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ തിരിച്ചു, എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു പ്ലാൻസിൻ്റെ കാര്യത്തിന്. പക്ഷെ ഞാനൊന്നും അങ്ങനെ റൈസ് ആയില്ല. ഞാൻ പറഞ്ഞു പ്ലാൻസ് അയക്കുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് കിട്ടും, കാരണം അവരെന്തായാലും പ്ലാൻസ് നമുക്ക് തന്നു, നമുക്ക് കിട്ടുമ്പോൾ എന്തായാലും ഇത് ഓക്കെയാണ് ഇതുപോലെ. പക്ഷേ ഈ റൂട്ടില്ലാത്ത പ്ലാൻസ് നമ്മുടെ ക്ലൈമറ്റിൽ സർവൈവ് ചെയ്യുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കാണത് പ്രശ്നമാവുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല കോസ്റ്റ് കൊടുത്തിട്ട് വാങ്ങുന്ന പ്ലാന്റ്, അത് നമ്മുടെ ക്ലൈമറ്റിൽ സെറ്റ് ആവണമെങ്കിൽ അതിന് റൂട്ടെങ്കിലും മിനിമം വന്നിരിക്കണം ആ ഒരു പ്ലാന്റിന്. അല്ലാച്ചാൽ സെയിൽ ചെയ്യാൻ പോവരുത്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ പണികൾ ഒരുപാടുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ചുമ്മാ സെയിലെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നേക്കാളും നല്ലതാണ് അങ്ങനെ. അതാകുമ്പോൾ കുറച്ച് പ്രാക്കും കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരിയോട് ചോദിച്ചു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പെറ്റൂണിയ പ്ലാന്റ്സിന് റൂട്ട് വന്നാലും അത് പുറത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു. ഇന്നും ഇന്നലെയും വെച്ച പ്ലാന്റിൽ വെച്ചിട്ട് ഒരുപാട് നാളായി എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പെറ്റൂണിയ പ്ലാന്റ്സിനെ ഒരു പ്രാവശ്യമെങ്കിലും വച്ചപ്പോൾ പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ടും ആ വെള്ള ഗ്ലാസ്സിന് പുറത്തേക്ക് റൂട്ട് വരും. അപ്പോൾ ഇതിലെന്തെങ്കിലും ഓപ്പോസിറ്റായിട്ട് പറയാനുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. വേറൊരാളിൽ നിന്ന് വാങ്ങിയ പെറ്റൂണിയയുടെ സീഡാണ്, കറക്റ്റായിട്ട് ജെർമിനേഷൻ സംഭവിച്ചിട്ടുണ്ട് പെറ്റൂണിയ സീഡ് കേട്ടോ. ഇത് നമ്മുടെ ആരാണ് ആതിര ചേച്ചിയുടെ നിന്ന് വാങ്ങിയിട്ടുള്ള ആ സീഡാണ്, കറക്റ്റായിട്ട് ജെർമിനേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ പെറ്റ് സർവീസ് വഴിയൊക്കെ പ്ലാൻസ് എടുക്കുന്നവർ നോക്കിയും കണ്ടും വേണം പ്ലാൻസ് എടുക്കാൻ. ഇല്ലാച്ചാൽ നല്ല മുട്ടൻ പണികൾ ഇതുപോലെ കിട്ടും. കാരണം അവർ തരുമ്പോൾ പ്ലാന്റ് ഓക്കെ ആയിട്ട് കിട്ടും, നമ്മളത് പിക്കിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ റിസീവ്ഡ് വിത്ത് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ പ്ലാന്റ് സ്വന്തം കോണം നന്നായിട്ട് കാണിച്ചു തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മുടെ ക്യാഷും പോകും. പിന്നെ അങ്ങോട്ടേക്ക് അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് നേരത്തെ പെരുമാറിയ രീതികളൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പെറ്റൂണിയ പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, അബദ്ധത്തിൽ ചെന്ന് ചാടരുത്, അവസാനം നല്ലൊരു പൈസ നഷ്ടമാകും. ഈ സെല്ലർ ആരാണെന്ന് ചോദിച്ചിട്ട് ഇനി കമൻറ്റ് കൊണ്ടുവരരുത്. സെല്ലറിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയില്ല, കാരണം അത് നാളെ വേറൊന്ന് വളച്ചൊടിച്ച് വേറൊരു രീതിക്കാവും. ഇപ്പം തന്നെ നമ്മൾ ഓരോ പ്ലാൻസുകൾ സെല്ലേഴ്സ് സ്റ്റാറ്റസ് വയ്ക്കുമല്ലോ, അപ്പോൾ നമുക്കും കാണാൻ പറ്റും വാട്സപ്പിലൊക്കെ. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും ഉടനടി അവർ പറയും സോൾഡ് ഔട്ടായെന്ന്. പക്ഷേ അത് മാർക്കറ്റ് പ്ലേസിലും ഫേസ്ബുക്കിലൊക്കെ അതേ പ്ലാന്റ് റീപോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മെസ്സേജ് അയച്ചിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞൊക്കെ റീപോസ്റ്റ് ചെയ്യുന്നത് കാണാം. അതിലൊന്നും ഒരു വിഷമവും ഇല്ല. കറക്റ്റായിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടും പ്ലാന്റ്സിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് തന്നെ പറയും. പിന്നെ എൻ്റെ കയ്യിൽ ഇത്രയും പ്ലാന്റ് ഉള്ളത് കൊണ്ട് ഇനി ഈ ജലസി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അത് ഇങ്ങനെയുള്ള ഒരു നമ്മുടെ ഈ ഒരു ഫീൽഡിൽ പതിവാണ് കേട്ടോ ജലസി. അത് നമുക്കിനി ആരെയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പെറ്റൂണിയ കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മൾ ഫസ്റ്റ് വാക്സിനേഷൻ കൊടുക്കുന്നത് പോലെ നമ്മൾ NPK ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഡൈല്യൂട്ട് ചെയ്തിട്ട്, നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് എല്ലാത്തിനും, സീഡ്ലിങ്ങിന് എല്ലാത്തിനും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നട്ടേ ശേഷം നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് NPK ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ. എന്തിനാ ജലസി കാണിക്കുന്നത്? നമ്മൾ ആരായാലും അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ പ്ലാൻസും ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് നിങ്ങളുടെ കയ്യിലായിക്കഴിഞ്ഞാലും എൻ്റെ പ്ലാൻസ് മിസ്സായിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ആ പ്ലാന്റ് കിട്ടും എന്ന് ഉറപ്പുണ്ടല്ലോ. അല്ലാണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വെറൈറ്റി വെളിയിലൊരാൾക്ക് കൊടുക്കാണ്ട് ഞാൻ പിടിച്ചു വെച്ചു അത് നഷ്ടമായിട്ട് പിന്നെ നമ്മളിങ്ങനെ കരഞ്ഞു വിളിച്ച് കിടന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കൊടുക്കും. എൻ്റെ കയ്യിലില്ല വെച്ചാൽ ഞാനത് കറക്റ്റായിട്ട് പറയുകയും ചെയ്യും. എൻ്റെ കയ്യിലില്ല, വെയിറ്റ് ചെയ്യണ്ട എന്നുള്ള കാര്യമേ